ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് സീസൺ 2 എപ്പിസോഡ് നമ്പർ 2. അപ്പം ഇന്നല്ല, ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ പോഡ്കാസ്റ്റ് ഒക്കെ ഇട്ട് വന്നതറിയാം. ഇന്ന് വെച്ചൊരു സീനാണ് ഗൈസ്. സീൻ എന്ന് പറയാൻ കാര്യം എൻ്റെ പറയാൻ ഒരുപാട് കോണ്ടന്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ആലോചിക്കായിരുന്നു എന്ത് പറയണമെന്നുള്ളത്. അപ്പം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഈ തേടിയ വെള്ളിക്കാലി ചുറ്റി എന്ന് പറയാ അതുപോലെ ഒരു എന്താ പറയാ അങ്ങനെ കോണ്ടന്റ് എന്ന് വിളിക്കാൻ പറ്റൂല. ഐ മീൻ നല്ലൊരു എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ്, ഈ ചെറിയ പ്രായത്തിൽ നല്ലൊരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാള് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം പുള്ളി ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പം ഞാൻ കൈയോടെ പിടിച്ച് ഇങ്ങനെ പോഡ്കാസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതാണ് ഗൈസ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. അപ്പം ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇച്ചിരി സീരിയസ് ആയിരിക്കും, കാര്യം അവൻ്റെ എക്സ്പീരിയൻസ് ആണ് അവൻ ഷെയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഹെഡ്സ് അപ്പ് സീനാണ് ഗൈസ്. അപ്പം ഓവർ ടു നമ്മുടെ ഗസ്റ്റ്. ആരാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണെന്നൊക്കെ ഉള്ളത് ഗസ്റ്റ് പറയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഓവർ ടു മൈ ഗസ്റ്റ്. ഹായ് ഗൈസ്. സോ എൻ്റെ പേര് സഫിൻ. യെസ്, എബി ബ്രോയുടെ ഫ്രണ്ട്, ബ്രദർ എന്നൊക്കെ പറയാം. സെറ്റാണ്. എൻ്റെ വീട് റാന്നിയിലാണ്. റാന്നി എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഞാൻ പഠിക്കുന്നത് തിരുവല്ലയിലാണ്, മർത്തോമ കോളേജ് തിരുവല്ല. അവിടുത്തെ BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. സോ കുറെ നാളായിട്ട് ഇങ്ങനെ എൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുക പോഡ്കാസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. അപ്പം അറിയപ്പെടാത്ത എൻ്റെ തലയൊന്ന് പുറത്തറിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് ചേട്ടനെ വിളിച്ച് അങ്ങനെ ഇതിന്റെ ഒരു ഭാഗമായിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ എല്ലാരും ഫേമസ് ആക്കി സീനാണ്. ഓക്കെ, അപ്പം ബേസിക്കലി എന്താ പറയാ, ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം ഇവനെ വിളിച്ച് കഴിഞ്ഞാൽ എന്ത് ചോദിക്കുക, എന്ത് പറയാം എന്നുള്ളതൊക്കെ. അപ്പം ഞാനിപ്പം ഒരു കോണ്ടെക്സ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. ലൈക്ക് എത്ര വർഷം മുമ്പായിരുന്നു? കുറച്ച് വർഷം, 6 വർഷം. നീ തീരെ കുഞ്ഞായിരുന്നല്ലേ? ഒരു 13 years. ആ ഒരു പ്രായത്തില് ക്യാൻസർ എന്ന് പറഞ്ഞൊരു എന്താ പറയാ, ഐ മീൻ ക്യാൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതെ, ബേസിക്കലി ക്യാൻസർ എന്താന്ന് പറയുന്ന വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ അത് അനുഭവിച്ചവർക്ക് അത് പറയാൻ പറ്റും. എന്നാലും നമ്മള് ചുമ്മാ ഒരു ഡെഫിനിഷൻ ആണെങ്കിൽ ക്യാൻസർ ഒരു അസുഖമായിട്ട് മാത്രം, അതിന് പഴമക്കാര് പറയുന്നത് മാറാ രോഗം എന്നാണ്. പക്ഷെ എന്താ പറയാ, ജസ്റ്റ് ഒരു അസുഖം മാത്രമല്ല, അത് മാറ്റാനും അത് വന്നു കഴിഞ്ഞാൽ അതാണ് പിന്നെ ഇതുകൊണ്ട് തീരുവാണെന്ന് ഒരു വിധി എഴുത്തലുണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെ. അപ്പം അതെല്ലാം അതിജീവിച്ച് എന്താ പറയാ ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിലിരിപ്പുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതും വളരെ ഒരു ചെറിയൊരു ഏജിൽ വന്ന് അവൻ അതില് ഏറ്റവും അങ്ങറ്റം വരെ കഷ്ടപ്പെടാൻ പറ്റുന്ന അങ്ങറ്റം വരെ കഷ്ടപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ എന്താ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നതില് എന്താ പറയാ ഒരു ഇനി എന്താ പറയാ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ഐ മീൻ കാര്യം ഇവനെ എനിക്ക് അടുത്ത കാലത്താണ് ഇവന്റെ ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പൊ ഐ വാസ് ലൈക്ക് സീൻ, ഇവൻ ഇങ്ങനെയൊക്കെ പോയിട്ടാണ്. ഇവൻ ഭയങ്കര ആക്റ്റീവായിട്ടൊരു മനുഷ്യനാണ്, എല്ലായിടത്തും ഭയങ്കര ജോളിയായിട്ട് നടക്കുന്ന. അപ്പൊ ഇവൻ ഞാൻ വല്ലാണ്ടങ്ങ് പൊങ്ങി പോകുന്നു. അല്ല അങ്ങനെയല്ല, എന്നാലും പൊങ്ങണ്ട. പക്ഷെ ഞാൻ ഉള്ളതാണ് പറയുന്നത് ഗൈസ്. അപ്പൊ അങ്ങനെ കണ്ടപ്പം നമുക്ക് അറിഞ്ഞൂടല്ലോ ഇവൻ പോയത് എങ്ങനെയാണ്, ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇവൻ ഒരു ദിവസം ഷെയർ ചെയ്തപ്പോഴാണ് മനസ്സിലായത്, സീൻ ഇവൻ ഇത്രയും ഇവൻ ഇത്രയും ഒരു ടഫായിട്ടൊരു ഫേസ് ഉണ്ടായിരുന്നു ലൈഫിൽ. ടഫ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് തന്നെ ഇനി ഇതിനൊരു ഇതില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. അതെല്ലാം ഓവർകം ചെയ്ത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ഈസി ടാസ്ക് അല്ല. എന്നെ സംബന്ധിച്ച് അതൊരു ഹ്യൂമൻലി പോസിബിളും അല്ല എന്നാണ്. പക്ഷെ എങ്ങനെയാണ് അവൻ അത് ഓവർകം ചെയ്തത്, എന്തിലൂടെയാണ് അവൻ പോയിരുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. അപ്പൊ അവൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. യെസ്, ഇതെങ്ങനെയാണ് ആദ്യം ഇത് അറിഞ്ഞത്, എത്ര വയസ്സിലാണ്? ഓക്കെ, ഞാൻ ആക്ച്വലി ഐ എം ബ്രോഡ് ആൻഡ് ബോട്ടപ്പ് ഫ്രം കൊൽക്കത്ത. അപ്പം എൻ്റെ പപ്പ അവിടെ വർക്കിംഗ് ആയിരുന്നു. സോ അവിടുത്തെ വർക്ക് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വരുന്നത് 2016. സോ ഞാൻ അടുത്തുള്ള ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. സിറ്റൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നായിരുന്നു സ്കൂളിന്റെ പേര്. അപ്പൊ അങ്ങനെ ഞാൻ 5th വരെ കൊൽക്കത്തയിൽ പഠിച്ചു. 6th സ്കൂളിലേക്ക് എൻട്രൻസ് എഴുതി. അപ്പം എനിക്ക് 7th ഇരിക്കാനുള്ള പ്രായം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ പപ്പ ഇങ്ങനെ പ്രിൻസിപ്പലിനോട് റിക്വസ്റ്റ് ചെയ്തു 6th ഇരുത്താതെ 7th ഒന്ന് ഇരുത്താൻ പറ്റുമെന്ന്. അപ്പം പണ്ടേ ഭയങ്കര
ഇതായിരുന്നോണ്ട് ചോദിച്ചു. അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു പ്രിൻസിപ്പളിന് ഒബ്ജക്ഷൻ ഒന്നുമില്ല. സോ എൻട്രൻസ് എക്സാം എഴുതി കിട്ടിയാലും വേണേ ഇരുത്താം, കുഴപ്പമില്ല. ഞാനങ്ങനെ 6th എഴുതി, ഞാൻ പാസ്സായി. 7th എഴുതണമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു 6ാം ക്ലാസ്സിലെ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല, ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു ഹൗ ഇസ് ഇറ്റ് ഇവൻ പോസിബിൾ, എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പപ്പ പറഞ്ഞു ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യുക, കിട്ടുന്നേ കിട്ട്. പണ്ട് അമ്പിളിച്ചേട്ടൻ പറഞ്ഞിട്ടില്ല, കിട്ടിയാ കിട്ടി, പോയാ പോയി. അപ്പൊ അങ്ങനെ 7th എൻട്രൻസ് എഴുതി ജസ്റ്റ് പാസിന് ഞാൻ പാസ്സായി. അങ്ങനെ 6th പഠിക്കാതെ 7th ഞാൻ കയറി. അങ്ങനെ എന്റെ സ്റ്റഡീസ് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം 7th കഴിഞ്ഞു. അപ്പൊ എനിക്ക് മലയാളം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. വിത്തിൻ 6 months മലയാളം സെറ്റായി. അങ്ങനെ 7th എല്ലാം കഴിഞ്ഞ് 8th സ്റ്റാർട്ടിങ്ങിലാണ് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ബസ്സിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് പിടിക്കും. അപ്പം ആ സമയത്ത് ഞാൻ നിൽക്കുമായിരുന്നു. നിൽക്കുന്ന സമയത്ത് ബ്രേക്ക് പിടിച്ചു. ഞാൻ ഫ്രണ്ടിലോട്ട് തെറിച്ച് നിന്ന് അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു കമ്പി ഉണ്ടല്ലോ, അപ്പൊ ആ കമ്പിയിൽ എന്റെ കാലിടിച്ചു. ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇറങ്ങി വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം വീടിന്റെ ഡോർ അടച്ചു കിടക്കുക. അപ്പം പണ്ട് ഈ ലാലട്ടൻ ഫാൻ ആയിരുന്നോണ്ട് കാല് മടക്കി ഒറ്റ തൊടിയായിരുന്നു ആ ഡോറിനിട്ട്. അപ്പം വേദനയുടെ കൂടെ ഡബിൾ വേദനയായി. ആവേശം ഇച്ചിരി കൂടുതലായിരുന്നു എനിക്ക് ആ പ്രായത്തില്. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് കാലിനൊരു വേദന പോലെ വരുന്നത്. അങ്ങനെ കാലിന് വേദന വന്ന് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് കേൾക്കാം. 2-3 ദിവസം പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ വേദന മാറാതെ നിൽക്കുന്നോണ്ട് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വേദന ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു ബസ്സിന്റെ കമ്പിയിലൊന്ന് കാലിടിച്ചത്. അമ്മ പറഞ്ഞു എന്നാ പിന്നെ ഒരു ആശുപത്രിയിൽ പോവാം, ആയുർവേദ ആശുപത്രിയിലോ. ആയുർവേദ ആശുപത്രിയിൽ പോയി നമ്മള് സാധാരണ കുഴിപിടി എന്തോ ഒരു സംഭവം കിഴി പിടിക്കാന്നൊക്കെ പറഞ്ഞു. കിഴിയൊക്കെ പിടിച്ച് അവര് മുട്ടയിലെന്തോ മരുന്നൊക്കെ തന്ന അത് പെരട്ടി നോക്കാന്നൊക്കെ പറഞ്ഞു. മുട്ടയിലെ കൂടോത്രം മാത്രം കേട്ടിട്ടുണ്ട്, മരുന്ന് പെരട്ടി ചെയ്യാന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. സോ അങ്ങനെ ചെയ്ത് നോക്കി 2 weeks അങ്ങനെ നോക്കി. പക്ഷെ അങ്ങനെ റിസൾട്ട് ഒന്നും കണ്ടില്ല. സോ അത് കഴിഞ്ഞ് ഒരു ഓർത്തോയുടെ അടുത്ത് പോയി. ഓർത്തോയുടെ അടുത്ത് പോയപ്പം ഈ ടുക്ക് ദി എക്സ്റേ നോക്കി കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു കാര്യമായിട്ട് എന്തോ ഒരു കുഴപ്പം കാണുന്നുണ്ട്. അപ്പം ഫർദർ ആയിട്ട് ഒരു MRI ചെയ്യുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ. അപ്പം MRI ചെയ്തു. MRI ചെയ്ത് ആ ഫിലിം കണ്ടപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു നേരെ ഏതെങ്കിലും നല്ലൊരു ആശുപത്രിയിലേക്ക് വിട്ടോ, സംഗതി സീന. അപ്പം അങ്ങനെ പറയാൻ കാര്യം ഡീറ്റെയിൽ അന്നേരം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ആ ഒരു MRIയുടെ ഈ ഫിലിം വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പപ്പയോട് പറഞ്ഞു ഇവനെ ഇനി തറയിൽ കാല് കുത്തിക്കരുത്. അപ്പം ബേസിക്കലി എനിക്കുണ്ടായിരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ എല്ല് പൊടിഞ്ഞു പോകുന്നൊരു അസുഖം. കാൽഷ്യം ഡെഫിഷ്യൻസി ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊരു പോയിന്റുമാണ്. അപ്പം കാലിങ്ങനെ പൊടിഞ്ഞു പോകുന്നു. കാലിന്റെ ഉള്ളിലൊരു ട്യൂമറും ഉണ്ട്. അപ്പം ആ ഒരു ട്യൂമർ ഇറ്റ്സ് ലൈക്ക് ബോൺ ഈറ്റിംഗ് ട്യൂമർ. അപ്പൊ അതുകൊണ്ട് ഏകദേശം നല്ല രീതിയിൽ അഫക്റ്റ് ആയിട്ടുണ്ട് കാലില്. ഇടിയും കൂടെ ഇടിയും ആ ഒരു ഇടി എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വേണം നമുക്ക് പറയാം. കാര്യം അത് അറിഞ്ഞില്ലായിരുന്നു, അങ്ങനെ ഒരു ചെറിയൊരു ക്രാക്ക് കല്ല് വന്നില്ലായിരുന്നെങ്കിൽ ഇറ്റ് മേ ബി ലൈക്ക് കോംപ്ലിക്കേറ്റഡ് ആയേനെ. സോ അങ്ങനെ ആ ഒരു MRIയുടെ ഫിലിം കണ്ട് പിന്നെ ഡോക്ടർ ഭയങ്കരമായിട്ട് സീരിയസ് ആയി. ഹി സെഡ് നല്ലൊരു ആശുപത്രി കൊണ്ടുപോകും. അപ്പൊ ആ രാത്രി തന്നെ വി വെന്റ് ടു ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ കാര്യങ്ങൾ സ്കാനുകളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു. സോ ദേ സെഡ് there is a tumor growing inside my bone. It was my right leg, right knee ആയിരുന്നു. അപ്പം ഒരു മുട്ടി ചിരട്ടയുടെ ഒരു ഭാഗത്താണ് ഇത് അഫക്റ്റ് ചെയ്തിരുന്നത്. സോ ദേ സെഡ് they have to do a biopsy. ഒരു ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ they can know if that tumor is cancerous or not. അപ്പം അങ്ങനെ ട്യൂമർ പലതരത്തിലുണ്ടെന്ന് തന്നെ ഞാൻ അന്ന് അറിയുന്നു. I was 12 years old at that time. 12 yearsന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലോട്ട്. സോ 2017 സെപ്റ്റംബറിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ആൻഡ് അങ്ങനെ വന്നു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സി അതൊരു ഇച്ചിരി ടഫായിരുന്നു എനിക്ക്.
കാര്യം ഞാൻ ആദ്യമായിട്ടൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുക. അപ്പം ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് മിനി ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ എന്റെ അമ്മയുടെ പേര് മിനി എന്നാ. അപ്പൊ ഞാൻ ഒന്നും നോക്കാതെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി. ഞാൻ പണ്ട് ഭയങ്കര ചില്ല. അപ്പം ഞാന് മുന്നേ എന്ത് കാട്ടാന വന്ന് നിന്നാലും ഞാൻ ചിരിച്ചോണ്ട് നിൽക്കും. ഞാൻ വലിയ കാര്യത്തിൽ ഓപ്പറേഷൻ അല്ലേ, ചീല് കേസ്. ഞാൻ അങ്ങനെ അകത്തേക്ക് ചെന്ന് ഡോക്ടർ ഇങ്ങനെ എന്നെ നോക്കി പേടിയുണ്ടോന്ന് ചോദിച്ചു. ഈ തൂക്കിക്കൊല്ലാൻ നേരത്ത് അവസാനമായിട്ട് വല്ല ആഗ്രഹം ഉണ്ടോന്ന് ചോദിക്കത്തില്ല, അതുപോലെ ഒരു ആവശ്യമില്ലാത്തൊരു ചോദ്യമായിരുന്നു. പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു ചെറിയ പേടിയുണ്ട്. മുരളി പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഓരോ പ്രശ്നം വരത്തില്ല. ഈ പറഞ്ഞ പുള്ളി ഓപ്പറേഷന് മുമ്പ് അനസ്തേഷ്യ തരാൻ മറന്നുപോയി. പുള്ളി പച്ചയ്ക്ക് എന്റെ കാല് മുറിച്ച് ഒരു ചെറിയ നൈഫ് ഇട്ട് കാല് മുറിച്ചിട്ട് പുള്ളി ഞാൻ കരയണോ ചിരിക്കണോ എനിക്ക് ഭയങ്കരമായിട്ടും കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ അലറി അങ്ങ് വിളിക്കുക. പപ്പ അവിടുത്തെ ഒരു സൈഡിലൊരു ഡോറ് പോലുണ്ട്, അപ്പൊ അവിടെ നോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഡോക്ടറിനെ തെറിയും വിളിച്ചോണ്ട് അവിടെ കിടക്കുക. ആൻഡ് അങ്ങനെ വന്ന് ഭയങ്കര ഒരു സീനായിരുന്നു. അത് നല്ല സീനായിരുന്നു. കാര്യം അവര് ഇത് മരവിപ്പിക്കുന്നൊക്കെ പറഞ്ഞു, ബട്ട് ദേ ഡിഡ്ന്റ് ഡു ദാറ്റ്. അപ്പം ചെറിയൊരു സ്മോൾ കട്ട് വരുത്തിയിട്ട് വാട്ട് ദേ ഡിഡ് ഇസ്, അതെന്തോ ഒരു ഗൺ പോലത്തെ ഒരു സംഭവം. ഗൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു നീഡിലുണ്ട്. സോ ദേ വിൽ ഇൻജെക്ട് ഇറ്റ് ടു ദി ട്യൂമർ ആൻഡ് ദേ വിൽ സക്ക് ഇറ്റ് ഔട്ട്. അപ്പം ചെറിയൊരു പോർഷൻ ട്യൂമർ അങ്ങനെ റൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു സർക്കുലർ സാധനത്തിന് ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനം. അപ്പൊ അതിങ്ങനെ ട്രിഗർ ചെയ്യുമ്പോൾ അത് താഴോട്ട് പോകും, പിന്നെ അവിടുന്ന് പുള്ള് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്ത് ഈ ട്യൂമർ എടുത്തു സ്റ്റിച്ചൊക്കെ ഇട്ട് വിട്ട്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് പെയിനാണ്. ഈ എല്ലിന് വരുന്ന വേദന എന്ന് പറഞ്ഞാൽ സാധാരണ വേദനക്കാട്ടിലും ഭയങ്കര ടഫാ. അപ്പൊ അങ്ങനെ പറഞ്ഞ് കുറച്ച് ദിവസം വേദന കാണും. പിന്നെ സ്റ്റിച്ച് വിട്ടിട്ടുണ്ട്, മുട്ടിന്റെ ഭാഗത്ത് സ്റ്റിച്ച് ഇട്ടുണ്ട്, കാല് മടങ്ങിയിരിക്കത്തുള്ളൂ. അപ്പം ബേസിക്കലി കാല് നിവർത്താൻ നമുക്ക് പറ്റത്തില്ല. ആൻഡ് അങ്ങനെ വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. കാര്യം കിടക്കാനും പറ്റത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല. സോ അങ്ങനെ വന്നപ്പോ ഐ വാസ് ഫേസിങ് എ പ്രോബ്ലം. അങ്ങനെ ഫ്യൂ ഡേയ്സ് ബാക്ക് ഇതിന്റെ റിപ്പോർട്ട് വന്നു ബയോപ്സിയുടെ. ആൻഡ് ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ഇറ്റ്സ് കോൾഡ് ഓസ്റ്റിയോസാർക്കോമ, ബോൺ ക്യാൻസർ. അപ്പം ഈ ഹാപ്പി ന്യൂസ് അറിയുന്നത് എന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ്. ഇറ്റ്സ് October 13th. 13ാമത്തെ വയസ്സിലോട്ട് കടന്നപ്പോ ആദ്യം അറിയുന്ന വാർത്ത ഐ വാസ് എ ക്യാൻസർ പേഷ്യന്റ്. അപ്പം അങ്ങനെ ആ ഒരു നല്ല വാർത്ത അറിഞ്ഞ് ഞാനിങ്ങനെ അപ്പൻ രാവിലെ ചെന്ന് ഇഡ്ഡലിയും വടയും എല്ലാം മേടിച്ചോണ്ട് വന്ന് കഴിച്ച്. അപ്പം ഇത് കഴിച്ചതിന് ശേഷം അപ്പൊ റിസൾട്ട് മേടിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ കഴിച്ച് നല്ല സെറ്റായിട്ട് ഇരിക്കുന്ന സമയത്താണ് പപ്പ പറയുന്നത് ഇതിന്റെ റിസൾട്ട് പോസിറ്റീവാ, ക്യാൻസർ. അപ്പൊ ഐ വാസ് ലൈക്ക് വാട്ട് ഈസ് ദിസ്, ക്യാൻസർ എന്തോ? ലൈക്ക് അറ്റ് ദി ഏജ് ഓഫ് 13 വി ഡോണ്ട് നോ വാട്ട് ക്യാൻസർ ഈസ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് പനി പോലെ വരുന്ന എന്തെങ്കിലും സംഭവമായിരിക്കും. അപ്പൊ എന്റെ അങ്കിളിന് ഇങ്ങനെ ഒരു ട്യൂമർ വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൺ ഹിസ് നെക്ക്, കഴുത്തിന്റെ പുറകിലായിട്ടായിരുന്നു. അപ്പം എനിക്കന്ന് 7-8 വയസ്സേ ഉള്ളൂ. പുള്ളി അത് ട്യൂമർ എടുത്തു, പുള്ളിക്കെല്ലാം ഓക്കെ ആയി. അപ്പൊ ഞാനും വിചാരിച്ച് ഇങ്ങനൊരു ട്യൂമർ ഉള്ളപ്പം അതെടുത്ത് മാറ്റും, എല്ലാം സെറ്റാവും. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കാര്യങ്ങളെല്ലാം ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പം ഇതിന്റെ റിസൾട്ട് വന്ന് ഒരാഴ്ചക്ക് ശേഷം എന്നോട് പറഞ്ഞു കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് കൊച്ചിലെ തൊട്ട് മുടി വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ കട്ട മുടിയായിരുന്നു. അപ്പം മുടിയൊക്കെ വളർത്തി വന്ന ഒരു സമയത്താണ് കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം കീമോ ചെയ്യുമ്പം ശരീരത്തിലെ എല്ലാ മുടിയും കൊഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ഒരു ഫേസ് വരണ്ടെന്ന് വിചാരിച്ച് എന്റെ മുടി മൊത്തം മൊട്ടയടിപ്പിച്ചായിരുന്നു. ദാറ്റ് വാസ് ഓക്വേർഡ് സ്റ്റേജ്. ഫേസ് ചെയ്യുന്ന
അതിന് ആൾക്കാരെ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. അങ്ങനെ വന്ന് ആദ്യത്തെ ഒരു കീമോ കഴിഞ്ഞു. കീമോ വാസ് ലൈക്ക് ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയത്തില്ല. ഞാൻ എൻ്റെ ഈ കയ്യിലെ ഒരു മാർക്ക് കാണാമെങ്കിൽ, അത് കാണാമെന്ന് എനിക്കറിയത്തില്ല, ഒരു കാത്തറ്റർ ഉണ്ട്. അതെന്ന് പറഞ്ഞ ഒരു ട്യൂബ്. ദാറ്റ് ട്യൂബ് ഗോസ് റൈറ്റ് ത്രൂ ദി വെയിൻ. ആ വെയിനിൽ കൂടെ ഹാർട്ടിലോട്ടാണ് ആ മെഡിസിൻ പമ്പ് ഔട്ട് ആവുന്നത്. സോ അങ്ങനെ വലിയൊരു ട്യൂബ് ഇവിടുത്തെ കൈയുടെ ഈ ഞരമ്പ് മുറിച്ചിട്ട് ഞരമ്പിനകത്തൂടെ ഇട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. കീമോ ഇസ് ലൈക്ക് ദി ഹയസ്റ്റ് ഡോസ് ഓഫ് മെഡിസിൻ. കുളിര് വരുന്നു എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞു. സോ അപ്പം ഈ കാത്തറ്റർ എല്ലാം ഇട്ടിട്ട് ഇവിടെയും സ്റ്റിച്ച് ഒക്കെ ചെയ്ത് വെച്ചു ആ കാത്തറ്റർ. സോ അതിലൂടെയാണ് കീമോ പാസ് ചെയ്യുന്നത്. അപ്പം കീമോ പാസ് ചെയ്യുമ്പോൾ ഒരു തണുത്ത സെൻസേഷൻ ഒക്കെ നമുക്കറിയാം മെഡിസിൻ പോകുന്നത്. അത് കറക്റ്റ് ഹാർട്ടിലോട്ട് വരുന്ന അറിയാമല്ലേ? ഹാർട്ടിലോട്ട് പമ്പ് ആവുന്നത് നമുക്ക് അറിയത്തില്ല, ബട്ട് വെയിൻസിലൂടെ പോകുന്നത് നമുക്ക് പെട്ടെന്ന് മെഡിസിന് ആ ട്യൂബിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ആവുമ്പോൾ വെയിൻസിലോട്ട് കയറുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ചു. ലൈക്ക് ആ ടൈമിൽ ഐ വാസ് ഓൺലി 28 kilos. അപ്പം ഈ പോഡ്കാസ്റ്റിന്റെ അവസാനം എന്റെ കൊച്ചിലത്തെ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാം. എനിക്ക് അയച്ചു. അപ്പം അങ്ങനെ മെഡിസിൻ കയറുമ്പം ഒന്നും പ്രത്യേകിച്ച് അറിയാനൊന്നും ഇല്ലായിരുന്നു. ഒരു 2-3 hours ശേഷം ഞാൻ കഴിക്കുന്നതൊക്കെ പുറത്തു വരാൻ തുടങ്ങി. ഐ വാസ് വോമിറ്റിംഗ് എവറിത്തിങ്, ലൈക്ക് ലിറ്ററലി വാട്ടർ. വെള്ളം പോലും കുടിച്ചു കഴിഞ്ഞാൽ അത് ഇത് ആയിരുന്നു. അപ്പം ലിറ്ററലി എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചാലും കുടിച്ചാലും എല്ലാം പുറത്തോട്ടാകുന്നു. സോ എനിക്ക് നല്ല വിശപ്പും ഉണ്ട്, കഴിക്കാനും പറ്റുന്നില്ല. പിന്നെ സിസ്റ്റേഴ്സ് എന്തൊക്കെ മെഡിസിൻ ഒക്കെ തന്നു. അങ്ങനെ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഏകദേശം 1 month ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത കീമോ ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ 1 month ഗ്യാപ്പിൽ എൻ്റെ ഐബ്രോസ്, എൻ്റെ ബോഡിയിലുള്ള എല്ലാ ഹെയർസും പോയി. അപ്പൊ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആണാന്നോ പെണ്ണാന്നോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തന്നെ എന്റെ ഐഡന്റിറ്റി മനസ്സിലാവുന്നില്ല. ആം ഐ എ ഹ്യൂമൻ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരെ എന്റെ മനസ്സിൽ വന്നു. പിന്നെ സെക്കൻഡ് കീമോ അതുപോലെ തന്നെ പോയി. സെക്കൻഡ് കീമോയിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. കഴിക്കുന്നൊക്കെ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനെ വന്ന് ഐ വാസ് ടോട്ടലി ലൈക്ക് എക്സോസ്റ്റഡ് വിത്ത് ദിസ് തിങ്. സോ അപ്പൊ അങ്ങനെ സെക്കൻഡ് കീമോയ്ക്ക് ശേഷം സെക്കൻഡ് കീമോ ഇറ്റ് വാസ് ലൈക്ക് ദി ഫസ്റ്റ് കീമോ ഓൺലി. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. സെക്കൻഡ് കീമോ കഴിഞ്ഞ് ഐ ഫേസ്ഡ് അനദർ പ്രോബ്ലം. ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് ചിക്കൻ ബോക്സ് എൻ്റെ ഇടയ്ക്ക് വന്നു സെക്കൻഡ് കീമോ കഴിഞ്ഞ ഉടനെ. സോ അത് അറിയാൻ സാധിച്ചത് ആശുപത്രിയിൽ ഇരുന്ന് ആർക്കോ വന്നത്, അത് പകർന്നു കിട്ടിയത്. സോ അങ്ങനെ കീമോ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പം അത് ബോഡിക്ക് പെട്ടെന്ന് ഇതാവത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇതാണ്, ഭയങ്കര പെയിനും അങ്ങ് എക്സോസ്റ്റഡ് പോയ. പിന്നെ ഫേസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ചത് മർത്തോമ ചേർച്ചിന്റെ ഒരു ഗൈഡൻസ് ഹോമിലാണ്. അപ്പം ഈ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞപ്പം ദേ റിക്വസ്റ്റഡ് us to go out from there. കാര്യം ചിക്കൻ ബോക്സ് പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ളൊരു ഇതാണ്. അപ്പൊ അവിടെ വേറെ ഉള്ള പേഷ്യൻസിനും അത് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. സോ ദേ പ്ലീഡഡ് ടു us. പപ്പയോട് ഇങ്ങനെ പറഞ്ഞു പറ്റുമെങ്കിൽ ഒന്ന് കൊണ്ടുപോയായിരുന്നേ നല്ലതായിരുന്നു. സോ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ പരിചയമില്ലാത്ത സ്ഥലമായിരുന്നു. അപ്പൊ എൻ്റെ അങ്കിള് സീരിയൽ സിനിമ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മോഹൻ ഐരൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സോ അദ്ദേഹത്തിനൊരു ഫ്ലാറ്റ് അടുത്തുണ്ടായിരുന്നു. സോ ഞാൻ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. സോ അപ്പച്ചൻ എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോവാം, ഫ്ലാറ്റിലോട്ട് പോവാം, പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചിക്കൻ ബോക്സിന്റെ സമയത്ത് പോലും ഗോഡ് പ്രൊവൈഡഡ് പീപ്പിൾ ടു ഹെൽപ്പ്. അപ്പൊ അങ്ങനെ സെക്കൻഡ് കീമോയുടെ ആ ഒരു ഗ്യാപ്പിലാണ്
ചിക്കൻ ബോക്സും വരുന്നു. അത് കഴിഞ്ഞ് 1 month ഗ്യാപ്പിനുള്ളിൽ എല്ലാം റിക്കവർ ആയി. 3rd കീമോയുടെ സമയമായപ്പോഴത്തേക്ക് എൻ്റെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് അങ്ങ് വേഴ്സായി. പറഞ്ഞാൽ എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, പകൽ ഉറങ്ങാൻ നോക്കിയാൽ പകലും ഉറങ്ങാൻ പറ്റുന്നില്ല. ബേസിക്കലി കാലിലൊന്ന് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടായാൽ പോലും ഇറ്റ് വാസ് എ ഹ്യൂജ് പെയിൻ. അപ്പൊ ഇത് ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പം ദേ ടോൾഡ് മീ ടു ഹാവ് ദിസ് മോർഫിൻ ടാബ്ലറ്റ്സ്. മോർഫിൻ ഇസ് ലൈക്ക് ദി ഹൈസ്റ്റ് ഡോസ് ഓഫ് മെഡിസിൻ. അപ്പൊ അത് ഗൂഗിൾ ചെയ്യാമെങ്കിൽ അറിയാം, അത് ഭയങ്കര ഡോസ് ഉള്ള ഒരു മെഡിസിൻ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡ്രഗ്. അതായത് ഈ കഞ്ചാവ് വലിക്കുന്ന പോലെ തന്നെ ആ ഒരു എഫക്റ്റ് ആണ് ഒരു മോർഫിൻ ടാബ്ലറ്റ് കഴിച്ചാൽ. വിത്തിൻ എ സ്പാൻ ഓഫ് 1 month, അതായത് 30 ദിവസം കൊണ്ട് അറൌണ്ട് 150 മോർഫിൻ ടാബ്ലറ്റ്സ് ആണ് ഞാൻ കഴിച്ചു തീർത്തത്. പക്ഷേ ഡോക്ടർ പ്രിസ്ക്രൈബ് യെസ്. കാര്യം ആ ഒരു മെഡിസിൻ ഇല്ലാതെ എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം ഉറക്ക ഗുളിക കഴിച്ചാലും ആ ഒരു എക്സ്റ്റെൻഡ് വരെ പറ്റത്തുള്ളൂ. ബട്ട് മോർഫിൻ ഇസ് ലൈക്ക് നല്ലൊരു സ്ലീപ്പും കിട്ടും, ബോഡിക്ക് അതൊരു ഹീലിംഗ് ടൈമും ആയിരിക്കും. അപ്പം ഞാൻ ഒരു മോർഫിൻ ടാബ്ലറ്റ് രാവിലെ ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ ഒരു 3-4 മണിക്കൂർ നല്ല ഉറക്കമായിരിക്കും. ചുറ്റും നടക്കുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ നല്ല സെഡേഷൻ പോലെ തന്നെ. സോ അങ്ങനെ ഒരു 150 ടാബ്ലറ്റ്സ് ആണ് 1 monthലുള്ളിൽ ഞാൻ കഴിച്ചു തീർത്തത്. ക്യാപ്സ്യൂൾസ് ആണ്. ആൻഡ് അത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് അഡിക്ഷൻ പോലെ. കാര്യം ആ 1 month കഴിഞ്ഞ് എനിക്ക് ഇത് വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ, എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. മോർഫിൻ ടാബ്ലറ്റ്സ് തീർന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് ഞാൻ വയലന്റ് ആവുന്ന പോലെ എനിക്ക് തന്നെ തോന്നി. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി അധികം കൊടുക്കുന്നത് നല്ലതല്ല. 3rd കീമോ കഴിയുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്ക് വേദനയും ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. അപ്പൊ ഈ ബയോപ്സിയുടെ കേസ് ഞാൻ പറഞ്ഞില്ല. ബയോപ്സി ചെയ്തപ്പം ഈ ട്യൂമർ ലാബിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ട്യൂമർ എടുത്ത. അപ്പൊ അത് എടുത്ത കൂട്ടത്തില് ഈ എല്ലിന്റെ അകത്തുനിന്ന് ഇത് പുറത്തു വരാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു ഹോള് അവര് ഇട്ടപ്പം ദ ട്യൂമർ വാസ് കമ്മിങ് ഔട്ട് ഫ്രം ദർ. ആ ഒരു എല്ലിന്റെ അകത്ത് നിന്ന ട്യൂമർ അത് പതിയെ പുറത്തോട്ട് വരാൻ തുടങ്ങി. സോ അങ്ങനെ വന്നപ്പം നല്ല ഗ്രോത്ത് സ്റ്റാർട്ടായി ആ ട്യൂമറിന്റെ. സോ ഇഫ് ദി ട്യൂമർ സ്റ്റാർട്ട്സ് ടു ഗ്രോ, പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് സ്പ്രെഡിങ് ടു ദി ലങ്സ്. അപ്പൊ ആ ക്യാൻസർ സെല്ല് ലങ്സിലോട്ട് അഫക്റ്റ് ആയി കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആവില്ലേ പിന്നെ ക്യൂർ? പെട്ടി എപ്പോ റെഡി ആക്കണമെന്ന് ചോദിച്ചാൽ മതി. കാര്യം ഡെത്ത് ഉറപ്പാ. അപ്പം അത് യൂഷ്വലി ആവുന്നത് 4th സ്റ്റേജിലാണ്. 4th ആണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പൊ അവിടെ ആണ് ഈ ലങ്സിലും ഒക്കെ സ്പ്രെഡായി പിന്നെ ആൾക്കാർ മരിച്ചു പോകുന്നത്. എന്റേത് കണ്ടുപിടിച്ചത് 1st സ്റ്റേജിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ അതിന്റെ ഇടയ്ക്ക് വന്നു. അങ്ങനെ ബയോപ്സി ചെയ്തു എല്ലിനകത്തിരുന്ന ട്യൂമർ പുറത്തു വന്ന ആ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് അങ്ങനൊക്കെ വന്നാണ് ആ ഒരു 3rd കീമോയിൽ തന്നെ കോംപ്ലിക്കേഷൻസ് വന്നത്. അങ്ങനെ കോംപ്ലിക്കേഷൻസ് റിപ്പോർട്ട് ചെയ്തപ്പം ഡോക്ടേഴ്സ് അവരെന്റെ പേരൻസിനോട് നല്ല കൂളായിട്ട് പറഞ്ഞു കാല് മുറിച്ച് കളഞ്ഞേക്കാം. നീ കാല് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ഓഫ് ക്യാൻസർ സ്പ്രെഡിങ് ടു ദി ലങ്സ്. സോ അങ്ങനെ മൈ പേരൻസ് ടോൾഡ് ദാറ്റ് അത് വേണ്ട, കാല് വെച്ചോണ്ടുള്ള പരിപാടികൾ ചെയ്താൽ മതി, മാറ്റിക്കൊണ്ടുള്ള പരിപാടികളൊന്നും വേണ്ട. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു അത് പറ്റത്തില്ല, അത് റിസ്ക് ആണ് വെക്കുന്നത്. അപ്പം മൈ പേരൻസ് ടോൾഡ് ദാറ്റ് വേറൊരു ഒപ്പീനിയൻ ദേ ഹാവ് ടു ടേക്ക്. വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന്. സോ ഞങ്ങള് വെല്ലൂർ ഹോസ്പിറ്റലിലാണ് നെക്സ്റ്റ് പോയത്. അപ്പം വെല്ലൂർ ചെന്ന് കഴിഞ്ഞപ്പം ഇറ്റ് വാസ് എ ന്യൂ ആംബിയൻസ്, ന്യൂ പ്ലേസ്. എൻ്റെ ഫസ്റ്റ് ടൈം ആണ് അവിടെ. ആൻഡ് തൃശ്ശൂർ പൂരത്തിന് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാ. പറഞ്ഞ ഇത്രയ്ക്ക് ക്രൗഡഡാ, നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലെന്ന് പറയത്തില്ല, അതുപോലെ ആൾക്കാരാ. സോ അവിടുത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50% പീപ്പിൾ ആർ ഫ്രം ബംഗ്ലാദേശ്. ബംഗ്ലാദേശ്, കൊൽക്കത്ത, ആസാം, അതിന് ബംഗാളീസ് ആണ് കൂടുതലും അവിടെ ഉള്ളത് പേഷ്യൻസ് ആയിട്ട്. പിന്നുള്ള ഒരു 20% ആണ് തമിലിയൻസ് അവിടെ ഉള്ള ആ ഒരു നേറ്റീവ് പീപ്പിൾ. പിന്നുള്ള കുറച്ച് പേരാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള. അപ്പം ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ വെല്ലൂർ ഹോസ്പിറ്റലിൽ
ഒരു സ്റ്റേറ്റ് ആയിട്ട് തന്നെ പ്രഖ്യാപിക്കാം. കാര്യം അത്രയ്ക്ക് ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ എന്നെ അവിടെ കൊണ്ടുപോയി. ഇറ്റ് വാസ് ഡിസംബർ 2017. അപ്പം ഡിസംബറിൽ എന്നെ അവിടെ കൊണ്ടുപോയി. ആൻഡ് ഇറ്റ് വാസ് ക്രിസ്മസ് ടൈം. അപ്പം ഡോക്ടേഴ്സ് എല്ലാം ലീവില്ല. ആൻഡ് 10 ദിവസം ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാര്യം ഒരു MRI പിന്നെ അവിടെ ചെയ്യണം, CT സ്കാൻ. നമ്മള് നേരത്തെ ആശുപത്രിയിൽ ചെയ്ത ആ ഒരു സ്കാനുകളൊന്നും ഈ ആശുപത്രി അംഗീകരിക്കത്തില്ല. സോ വി ഹാവ് ടു ഡു ഇറ്റ് ഫ്രം ദി സ്റ്റാർട്ടിങ്, സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഭാഗ്യത്തിന് അവർ ബയോപ്സി പിന്നെയും ചെയ്യണമെന്ന് പറഞ്ഞില്ല, അല്ലാതെ ഞാൻ അവിടെ തന്നെ ഇട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ആദ്യം തൊട്ടുള്ള എല്ലാ സ്കാനുകളും അവിടെ ചെയ്തു. ആൻഡ് 10 days കഴിഞ്ഞ് ഡോക്ടേഴ്സ് വന്നു. ആൻഡ് ദേ ചെക്ക് മീ അപ്പ്. അവർ പറഞ്ഞു ഇറ്റ്സ് ബെറ്റർ ടു ആംബ്യൂട്ട് ദി ലെഗ്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ഡേഞ്ചറാണ്. സോ പപ്പ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷണലായി. പപ്പയും അമ്മയും ഉണ്ടായിരുന്നു. ദേ ബോത്ത് വെരി ഇമോഷണൽ. ലൈക്ക് അവർ ഇത്ര ഇമോഷണൽ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ലൈഫിൽ. ആൻഡ് പപ്പ ഇങ്ങനെ റിക്വസ്റ്റ് പറഞ്ഞാൽ വേറെ പേഷ്യൻസ് അവിടെ ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഹീസ് ലിറ്ററലി ലൈക്ക് ഡോക്ടറിന്റെ കാല് പിടിക്കുക. ആൻഡ് ഐ വാസ് ഡെവസ്റ്റേറ്റഡ്. ലൈക്ക് എന്റെ അപ്പൻ എനിക്ക് വേണ്ടിയിട്ട് ഒരാളുടെ കാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ ക്യാൻസറിനെക്കാട്ടിലും വലിയ വേദനയാണ് അത്. ഡോക്ടർ പറഞ്ഞു, അപ്പൻ കാല് പിടിച്ചുകൊണ്ട് മാത്രം ഡോക്ടർ പറഞ്ഞു ദർ ഇസ് എ റിസ്ക് ബട്ട് ഞങ്ങൾ നോക്കാം. ആ ഒരു ഒറ്റ വാക്കായിരുന്നു ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ നോക്കാം. അത് നോർത്ത് ഇന്ത്യൻ ഡോക്ടറാണ്. അപ്പം ഞാനും നോർത്ത് ഇന്ത്യക്കാരനായതുകൊണ്ട് വി ഹാഡ് സം ബോണ്ട് അവിടെ ഉണ്ടായി. ആൻഡ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു റിസ്ക് ഉണ്ടെങ്കിലും വി ക്യാൻ ട്രൈ. അപ്പം പിന്നെ അവിടെ ചെന്നൊരു കീമോ അവിടെ ചെയ്തു. കീമോ ചെയ്തു. അപ്പൊ ഈ സർജറി ഡേറ്റ് തന്നത് January 2018 ആണ്. അപ്പൊ അതിനു മുമ്പായിട്ട് എന്റെ കാലിൽ മാർക്കിങ്സ് ഒക്കെ ചെയ്തു, സർജറി ചെയ്യാനുള്ള മാർക്കിങ്സ്. മാർക്കിങ്സ് എല്ലാം ചെയ്തിട്ട് ഒരു CT സ്കാൻ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എന്റെ കാല് മടങ്ങിയിരിക്കുക. ബയോപ്സി കഴിഞ്ഞ് സ്റ്റിച്ചിട്ട് കാല് മടങ്ങിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആ മടങ്ങിയിരുന്ന കാല് പിന്നെ നിവർന്നിട്ടില്ല. 4 മാസം കഴിഞ്ഞിട്ടും അത് ആ പൊസിഷനിൽ തന്നെയാണ്. സോ ഈ CT സ്കാനിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം, അനങ്ങാൻ പാടില്ല. ഒരു ഗുഹയ്ക്കകത്തോട്ട് നമ്മളെ തള്ളി വിടുന്നു, അതിങ്ങനെ കറങ്ങുന്നു. അപ്പൊ ഞാനിങ്ങനെ CT സ്കാനിന്റെ ടേബിളിൽ കിടക്കുമ്പം ഭയങ്കര പെയിനാ. സോ ഞാൻ അവിടെ കിടക്കുക. അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു കാലും നേരെ വെക്കാൻ. അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന തമിഴിൽ പറഞ്ഞു പറ്റത്തില്ല, കാലം അങ്ങനെയാണ് ഇരിക്കുന്നത്, there's no chance I can stretch it up. അപ്പം സമയം പൊക്കോണ്ടിരിക്കുക പുള്ളിയുടെ. പുള്ളി എന്തോ ചെയ്തു, പുള്ളി കാല് ഫോഴ്സ്ഫുള്ളി വലിക്കാൻ നോക്കി. ഇറ്റ് വാസ് സോ മച്ച് പെയിൻ. ഞാൻ പുള്ളിയെ ചവിട്ടി മറ്റേ കാല് വെച്ച്. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. സംഗതി പുള്ളി വടി കൊടുത്ത് അടി മേടിച്ചതാണെങ്കിലും അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതായി. അപ്പം പുള്ളി അടുത്തുള്ള സ്റ്റാഫ്സിനെ എല്ലാം വിളിച്ചോണ്ട് വന്ന് എന്നെ റെസ്ട്രിക്ട് ചെയ്ത് എന്റെ കൈയും കാലും എല്ലാം കെട്ടിവെച്ച് അവര് ഫോഴ്സ്ഫുള്ളി കാല് വലിച്ചോണ്ടിരിക്കുക. ആൻഡ് പറയുമ്പം കുറച്ച് ഇതാവുന്നുണ്ട്. അപ്പൊ ഇറ്റ് വാസ് ലൈക്ക് ഐ വാസ് ഫേസിങ് ഡെത്ത്. ഞാൻ മരണത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ടോണ്ടിരിക്കുക. ആക്ച്വലി ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ജീവിച്ചിരിക്കുമ്പോൾ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത്. ആൻഡ് അങ്ങനെ കാല് വലിച്ചു തുടങ്ങിയപ്പം എനിക്ക് ചുറ്റും നടക്കുന്നൊന്നും കാണാൻ പറ്റുന്നില്ല. നിവിൻപോളി പറയത്തില്ല സാറേ, ചുറ്റും നടക്കുന്നൊന്നും കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. ലിറ്ററലി ഐ വാസ് ലൂസിങ് മൈ ബ്രെത്ത്. എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല. കണ്ണടഞ്ഞിരിക്കുക. ഇറ്റ് വാസ് ടോട്ടലി ബ്ലാങ്ക്, ഫുൾ ബ്ലാക്ക് കളറാണ്. അപ്പൊ എന്റെ കൈയെല്ലാം എന്റെ തലയുടെ മുകളിൽ കെട്ടിയിട്ടേക്കുക. അപ്പം പെട്ടെന്ന് എന്റെ കൈയെല്ലാവരും മുറുകി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് പുറകിലോട്ട് നോക്കിയപ്പം തുരുമ്പ് പിടിച്ച കുറെ മെഷീൻ മാത്രം അവിടെ ഇരിപ്പുണ്ട്.
ഞാൻ പിന്നെയും കണ്ണടച്ചു. കഴിഞ്ഞപ്പം ഈ ബ്ലാക്ക് ആയിട്ട് ഞാൻ കണ്ട കാര്യങ്ങള് എല്ലാം പെട്ടെന്ന് ബ്ലൂ ആവാൻ തുടങ്ങി. ആൻഡ് ദർ സ്കൈ അപ്പിയർഡ്. അത് കഴിഞ്ഞേച്ച് ഐ ഹേർഡ് ദിസ് വോയിസ്, സൺ ഡു നോട്ട് വറി, ഐ ആം വിത്ത് യു. അപ്പം ഐ വാസ് ലൈക്ക്, വാട്ട് ഈസ് ദിസ് വോയിസ്? ആരോ എന്നോട് സംസാരിക്കുന്നുണ്ട്. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് മൈ ഫാദർ. പക്ഷേ അതെന്റെ ഫാദറിന്റെ വോയിസ് അല്ലായിരുന്നു. പിന്നീട് അവിടെ ഉള്ള എല്ലാരും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവിടെ ഉള്ള ആരുടെയും ശബ്ദമല്ലായിരുന്നു അത്. ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനായി. കാര്യം വേദന വരുമ്പം, വേദന എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാവാൻ തുടങ്ങും. അപ്പൊ ഈ ചൂടാവുന്ന സമയത്താണ് ഭയങ്കര തണുത്തൊരു സെൻസേഷൻ കൈ പിടിക്കുമെന്ന് തോന്നിയത്. നോക്കിയപ്പോ ആരുമില്ല. എന്നോട് സംസാരിക്കുകയും ചെയ്തു, മോനെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വോയിസ് ഞാൻ കേട്ടപ്പം ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ഈ വോയിസ് വന്നു കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഈ സ്റ്റാഫുകളെല്ലാം എൻ്റെ കാല് നിവർത്തി. ഇറ്റ് വാസ് ടോട്ടലി സ്ട്രെസ്ഡ് ഔട്ട്. ആൻഡ് അവർ CTയുടെ പ്രൊസീജിയർ തുടങ്ങിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് വന്നപ്പം ഐ ടോൾഡ് ദിസ് ഇൻസിഡന്റ് ടു മൈ മദർ. ഷി വാസ് എ ബിലീവർ. ആൻഡ് ഷി ടോൾഡ് മീ, നീ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. എത്ര ഡോക്ടർമാര് കാല് മുറിക്കണമെന്ന് പറഞ്ഞാലും നത്തിങ് വിൽ ഹാപ്പൻ ടു യു. ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ഗോഡ് ടോക്കിംഗ് ടു യു. അപ്പൊ ഞാൻ ആ ഒരു പോയിന്റ് ഓഫ് ടൈം വരെ ഞാൻ ഏത്തിയസ്റ്റ് ആയിരുന്നു. ഐ ഡിഡ്ന്റ് ബിലീവ് ഇൻ എനി ഗോഡ്. കാര്യം ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു. ലൈക്ക് മദർ ബിലീവർ ആയിരുന്നു, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് ബിലീവ് ഇൻ ഗോഡ്. കാര്യം വിശ്വസിക്കാൻ മാത്രം ഇൻസിഡൻസ് ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് ഐ ഡിസൈഡഡ് ലൈക്ക് അത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നെങ്കിൽ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഐ ലിവ് ഫോർ ഹിം. ദൈവത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സിൽ വാട്ട് എവർ ഹി സേസ് ഐ ലിവ് അപ് ടു ഹിസ് എക്സ്പെക്ടേഷൻസ്. അപ്പൊ അങ്ങനെ ആ ഒരു ഡിസിഷൻ എടുത്ത് ഐ മൂവ് ഫോർവേഡ്. ജനുവരി ആയി. ജനുവരി 6th ആണ് എനിക്ക് തന്ന ഓപ്പറേഷൻ സർജറി ഡേറ്റ്. അപ്പം 6th ഒരു 5th ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പനി വരാൻ തുടങ്ങി. യൂഷ്വലി ഞാൻ ഭയങ്കര ബോൾഡാണ്, എനിക്കങ്ങനെ പേടി അധികം വരാറില്ല. അപ്പം ഞാനിങ്ങനെ സർജറിക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തു ഓസ്റ്റിയോസാർക്കോമ, പോസ്റ്റ് സർജറി പ്രൊസീജിയേഴ്സ്, പിന്നെ സർജറി പ്രൊസീജിയേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ യൂട്യൂബിൽ അടിച്ച് സെർച്ച് ചെയ്തു. അപ്പം യൂട്യൂബിൽ കാണിക്കുന്ന ക്ലിപ്സ് എല്ലാം ഈ സർജറി കഴിഞ്ഞ് കാല് മുറിച്ച കേസസാണ്. ബട്ട് ദർ വാസ് ഓൺലി വൺ കേസ്, ഒരു പയ്യന്റെ ഹിസ് ലെഗ് വാസ് സേവ്ഡ്. അപ്പൊ ഞാൻ ആ ലൈവ് സർജറി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അത് എടുത്തപ്പം ഏജ് റെസ്ട്രിക്റ്റഡാ. ഐ വാസ് ഓൺലി 13 അറ്റ് ദാറ്റ് ടൈം. അപ്പൊ അങ്ങനെ റെസ്ട്രിക്ഷൻ വന്ന് എനിക്കിത് കണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ നൈസായിട്ട് യൂട്യൂബിന്റെ സെറ്റിങ്സിൽ ചെന്നിട്ട് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചേഞ്ച് ചെയ്തു. 2004 എന്നുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു 1998 ഇട്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് ഏജ് റെസ്ട്രിക്ഷൻ കംപ്ലീറ്റ്ലി മാറി, സെറ്റായി. ഞാൻ പിന്നെ ആ വീഡിയോ കണ്ടു, ഞാൻ നോട്ട്സ് എഴുതിയെടുത്തു, ഹൗ ദിസ് പ്രൊസീജിയർ ഇസ് ഗോയിങ് ഓൺ. അപ്പൊ ഞാൻ നോക്കിയപ്പം കാല്. Thank you guys for listening to Scene Podcast episode number 2. ഇത് കുറച്ചധികം വലിയൊരു എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. ഇപ്പോൾ പാർട്ട് 1 ആയിട്ട് ഇടാൻ വിചാരിക്കുന്നു. അപ്പം പാർട്ട് 2 ഉടനെ വരും ഗൈസ്. Till then, bye.